മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 71. നീ എന്താ പറയുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ ചുമ്മു? മേലയിടത്ത് ആദ്യം ഉയർന്നത് നാരായണിയമ്മയുടെ ശബ്ദമായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റമ്പോറ്റിയമ്മേ? പെണ്ണിൻ്റെ മറുചോദ്യം വളരെ സമാധാനപരമായിരുന്നു. ഒരന്യമതത്തിൽപ്പെട്ട പെങ്കൊച്ചിനെ നീ ഈ വീട്ടിൽ കയറ്റുമെന്നാണോ പറഞ്ഞു വരുന്നത്? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. ആദ്യമായി ചുമ്മുവിനോട് അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവള് ഒരന്യമതക്കാരിയായി പിറന്നു പോയതിലാണോ പേരിലാണോ അമ്പൂറ്റിയമ്മ ഈ റിലേഷൻ വേണ്ടെന്ന് വയ്ക്കുന്നത്? അവളും വീറോടെ തിരിച്ചു ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ പങ്കുവിൻ്റെ കാര്യത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുവാൻ താനല്ലാതെ മറ്റൊരാളും ഉണ്ടാവില്ലെന്നുള്ളത് അവൾക്കറിയാവുന്ന കാര്യമായിരുന്നു. അതെ, അതുതന്നെയാണ് കാരണം. അന്യമതത്തിൽപ്പെട്ടവളെ മേലടുത്ത വീട്ടിലേക്ക് ഞാൻ വിളക്ക് കൊടുത്ത് കയറ്റില്ല. അവർ കട്ടായം പറഞ്ഞു. മോളെ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു അന്യമതക്കാരി കൊച്ചിനെ ഈ വീട്ടിൽ മരുമകളായി കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ് അത് നാട്ടുകാരറിഞ്ഞ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഇക്കാര്യം അവരുടെ ബന്ധുക്കൾ അറിഞ്ഞാലുള്ള പ്രശ്നം നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ലായിരിക്കും. കൃഷ്ണദാസ് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുവാൻ നോക്കി. കിച്ചുമാമേ, അവൾക്ക് ബന്ധുക്കളായിട്ട് ഒരുപാട് പേരുണ്ടെങ്കിലും സ്വന്തം ഒന്ന് പറയാൻ ആരുമില്ല. സഹറിൻ്റെ ഉപ്പയും അമ്മയും നേരത്തെ തന്നെ പോയതാ. ആരുമില്ലാത്ത ഒരു അനാഥ പെണ്ണ അവളിപ്പോൾ. അവളുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പോലും മെനക്കെടാത്ത ബന്ധുങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് കൂടുതൽ അന്വേഷിക്കുന്നത്? എൻ്റെ പങ്കുവിന് അവളെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ തൊട്ടിഷ്ടമാണ്. അവൾക്കും അതെ. ഒരു കല്യാണം കഴിക്കുവാൻ പരസ്പരമുള്ള ഇഷ്ടം മാത്രം പോരെ, അതിൽ സമുദായവും മതവും കലർത്തേണ്ട ആവശ്യമുണ്ടോ? അവൾ ചോദിച്ച ചോദ്യം കൃത്യമായിരുന്നെങ്കിലും അതിനുള്ള മറുപടി കൃഷ്ണദാസ് കൊടുത്തില്ല. മോളെ, പ്രണയിക്കുന്നതോ കല്യാണം കഴിക്കുന്നതോ ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരന്യമതക്കാരി കൊച്ചിനെ ഈ വീട്ടിലെ മരുമകളായി കയറ്റിക്കൊണ്ടു വന്ന പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ടാവും. നാളെ ഇതേ ചൊല്ലി കുടുംബക്കാർ തമ്മിലുള്ള വഴക്ക് മാത്രമല്ല ഉണ്ടാവാൻ പോണത്, മറ്റു പലതും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദേവരാജൻ അവളെ അനുനയിപ്പിക്കാനായി ശ്രമിച്ചു. ദേവമാമേ, ഈ പറയുന്ന പങ്കുവും സഹറും ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു ഒപ്പിത്തീർക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത്. അതിനിപ്പോൾ നമ്മുടെ ആരുടെ ആവശ്യം അവർക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെയാണ് ജീവിതം. സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നാളെ അവനെ കൊണ്ട് കഴിപ്പിച്ചാൽ അത് ജീവിതകാലം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ചുമ്പു വീണ്ടും വാശിയോടെ ചോദിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ആ കൊച്ചൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. പക്ഷേ ഇത്... നാരായണിയമ്മയുടെ മുഖം മുറുകി. എങ്കിലും മറുവശത്ത് നിൽക്കുന്നത് ചുമ്മു ആയതുകൊണ്ട് തന്നെ അവർ വാക്കുകൾ സൂക്ഷിച്ചായിരുന്നു ഉപയോഗിച്ചത്. ചുമ്മു, എൻ്റെ പേരിൽ വെറുതെ വഴക്ക് വേണ്ട. ഈ ബന്ധം ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം അവളോട് എൻ്റെ ഇഷ്ടം ഒന്ന് പറയാൻ പോലും മടിച്ചത്. വെറുതെ ഇക്കാര്യവും പറഞ്ഞ് നീ വീട്ടുകാരോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ നോക്കണ്ട. ഞാനിതെപ്പോഴേ വിട്ട കാര്യമാണ്. അത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായിരുന്നവൻ പൊടുന്നതിനെ എഴുന്നേറ്റ് നിന്ന് വേദയെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാ നിൻ്റെ ഉദ്ദേശം? സന്യസിക്കാൻ പോകാനോ? അതോ ജീവിതകാലം മുഴുവൻ കെട്ടാൻ നിൽക്കാനോ? പറയണം. അങ്ങനെ എന്തൊക്കെയോ അല്ലേ നിൻ്റെ തീരുമാനം? എന്തോ ഓർമ്മയിൽ വന്നതും പെണ്ണവനെ കടിച്ചു കീറാൻ എന്നവണ്ണം ചെന്നു. പങ്കു പിന്നീട് ഒന്നും മിണ്ടിയില്ല. കുറ്റബോധത്തോടെ അവളുടെ മുൻപിൽ തലകുനിച്ചു നിന്നു. ചുമ്മു, ഇക്കാര്യത്തിൽ ഇനിയൊരു സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. ഒരന്യമതക്കാരി കൊച്ചിനെ ഈ വീട്ടിൽ കയറ്റുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പുമില്ല. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. സംസാരം അവസാനിപ്പിക്കുന്നു എന്ന മട്ടിൽ നാരായണിയമ്മ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അമ്പോറ്റിയമ്മയുടെ തീരുമാനം ഒരിക്കലും മാറില്ലേ? അവരെ വെല്ലുവിളിക്കാൻ എന്ന പോലെ അവൾ ചോദിച്ചു. ഇല്ല, മാറില്ല. ചുമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നാരായണിയമ്മ ഉത്തരം നൽകി. ഒരിക്കലും? വീണ്ടും ഒരു ഉറപ്പിനു വേണ്ടി വേദ തിരക്കി. ഒരിക്കലും മാറില്ല. അവരുടെ തീരുമാനം ശക്തമായിരുന്നു. മേലേടത്തെ മക്കളോ മരുമക്കളോ ആരും തന്നെ അതിനൊരു അഭിപ്രായം പറയുവാനായി പോയില്ല. പക്ഷെ പങ്കുവിൻ്റെ ഇഷ്ടത്തെ തള്ളിപ്പറഞ്ഞതോർത്തപ്പോൾ അച്ചുവിനും വിവേകിനും വിപിനും അനിക്കും സങ്കടം തോന്നിയെങ്കിലും മേലേടത്തെ നാരായണിയമ്മയുടെ മുൻപിൽ നേരെ നിന്ന് സംസാരിക്കുവാൻ അവർ ഭയപ്പെട്ടു. അച്ചമ്മേ,
വീണ്ടും നിശബ്ദമായ ഹാളിൽ കണ്ണൻ്റെ മുഴക്കത്തോടെയുള്ള ശബ്ദമാണ് പിന്നീട് ഉയർന്നു കേട്ടത്. ഇതിനെക്കുറിച്ചാണെങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കാനില്ല കണ്ണ, അവർ മുൻകൂറായി പറഞ്ഞു. അതെങ്ങനെ ശരിയാകും അച്ചമ്മേ? ഇവള് പറഞ്ഞ പോലെ നാളെ ഒരുപക്ഷെ പങ്കും സഹറും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചാലോ? നിയമത്തിന് മുൻപിൽ അവർ ഭാര്യയും ഭർത്താവും ആയിരിക്കും. പാരമ്പര്യവും തറവാടിത്തവും ഒക്കെ ലോകം മാറുന്നതിനനുസരിച്ച് മാറേണ്ട കാര്യങ്ങളല്ലേ? അല്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ? വളരെ ശാന്തമായിട്ടാണെങ്കിലും കണ്ണൻ്റെ ശബ്ദത്തിന് വളരെ മൂർച്ചയായിരുന്നു. കണ്ണ, നീ ഒരു പോലീസ് ഓഫീസറാ, നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ഈ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചെന്ന് വരില്ല. അവരൊരു താക്കീത് പോലെ പറഞ്ഞു. ഇതവൻ്റെ ജീവിതമാണ് അമ്പൂറ്റിയമ്മേ. അവൻ ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവനല്ലേ, അല്ലാതെ അമ്പൂറ്റിയമ്മ അല്ലല്ലോ. എല്ലാം കേട്ട് നിന്നവൾ വീണ്ടും വാശി പിടിച്ചു. ചുമ്മു, അമ്പൂറ്റിയമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും അമ്മയെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. മകളുടെ സംസാരം അധികമായി എന്ന് തോന്നിയതും സാവിത്രി അവളെ ശകാരിച്ചു. അതെ, ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഈ ഞാൻ പോലും. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ കണ്ണേട്ടനെ കല്യാണം കഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ എൻ്റെ മുറച്ചെറുക്കന്മാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു പാവയെപ്പോലെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ സമ്മതം മൂളേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ എനിക്കിഷ്ടമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ പോലും ഒരു ഭീരുവിനെ പോലെ ഞാൻ ശ്രമിക്കാതിരുന്നത്. അത് പറയുമ്പോൾ അവളുടെ ഒച്ച പതിവിലും ഉയർന്നു, ഒട്ടൊരു ദേഷ്യത്തോടെ. ഇതെല്ലാം കേട്ടു നിന്ന കണ്ണൻ മാത്രം അവളെ അലിവോടെ കേട്ടുകൊണ്ടിരുന്നു. ആർക്കും വിട്ടുകൊടുക്കാനും പിടിച്ചു വെക്കാനും പറ്റാത്ത അവസ്ഥയപ്പോൾ അവനിലുണ്ടായി. ചുമ്മു വായടയ്ക്ക്. സാവിത്രി പാഞ്ഞെന്ന് അവളുടെ കയ്യിലായി ആഞ്ഞൊരെണ്ണം കൊടുത്തു. ഞാൻ പറയും അമ്മേ, ഞാൻ പറയും. ഞാൻ സഹിക്കുന്നത് പോലെ എൻ്റെ പങ്കു സഹിക്കാൻ പാടില്ല. ഇത്രയും ബോൾഡായി ഞാൻ പോലും നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി തലകുലുക്കി സമ്മതം മൂളി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന, എല്ലാം സഹിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന എൻ്റെ പങ്കു അവൻ്റെ ഇഷ്ടം എല്ലാവരോടും തുറന്നു പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പറ മായമ്മേ, മായമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആദ്യം സാവിത്രിയോടും പിന്നീട് മായയോടുമായി അവൾ അലറിക്കൊണ്ട് ചോദിച്ചു. ചുമ്മുവിൻ്റെ ആ സംസാരത്തിലുണ്ടായിരുന്നു പങ്കുവിനോടുള്ള അവളുടെ കറകളഞ്ഞ സ്നേഹം. അവളുടെ ആ ഭാവമാറ്റത്തിൽ എല്ലാവരും ഒന്ന് അമ്പരപ്പെട്ടു പോയിരുന്നു. പറയുന്നത് ചുമ്മുവാണ്. അത് ന്യായമായ കാര്യങ്ങൾ, ചില പച്ചയായ സത്യങ്ങൾ മനസ്സിലൊന്ന് വെച്ച് തീരുമാനിച്ചാൽ പിന്നീടൊരു തിരിഞ്ഞുനോട്ടം ഇല്ലാത്തവൾ. ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചും അയാളെ കല്യാണം കഴിച്ചെന്ന് വെച്ചും ഈ ലോകമൊന്നും അവസാനിക്കില്ലല്ലോ. ഉവ്വോ? അവസാന ചോദ്യം അവൾ ചോദിച്ച നാരായണിയമ്മയോടായിരുന്നു. ചുമ്മു വേണ്ട, നീ ഒന്നും മിണ്ടായിരുന്നേ. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലായതും പങ്കു ഓടി വന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ മിണ്ടാതിരുന്നോ ചെക്ക, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പെണ്ണവൻ്റെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി, ഒരു ഭ്രാന്തിയെപ്പോലെ. അവനില്ലാത്ത ഷാട്ടെ നിനക്ക് വേണ്ട ചുമ്മു. നാരായണിയമ്മ പല്ല് കടിച്ചു. ഉണ്ടാവും അമ്പൂറ്റിയമ്മേ, ഉണ്ടാവും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവൻ അനുഭവിക്കുന്ന വേദന ഞാനാ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണാരെയും കൂസാക്കാതെ ഉറഞ്ഞു തുള്ളി. നീ എന്തു പറഞ്ഞാലും ഇത് നടക്കില്ല. അവർ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു. എങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോടെല്ലാവരോടും പറയാനുണ്ട്. ചുമ്മാ അവരെ വെല്ലുവിളിക്കുന്നത് പോലെ പറഞ്ഞു. പെണ്ണിന് വാശിയായിരുന്നു, ദേഷ്യമായിരുന്നു, സങ്കടമായിരുന്നു. അവളുടെ കണ്ണുകൾ കലങ്ങി, ചുണ്ടുകൾ വിറച്ചു, മുഖത്ത് ചുവപ്പ് പടർന്നു. പങ്കുവിൻ്റെ കാര്യത്തിൽ ഓക്കെ പറയാത്ത പക്ഷം എൻ്റെ കല്യാണക്കാരിയുടെ ആരും മിണ്ടിപ്പോകരുത്. മിണ്ടിയാൽ തീ കോരിയിടുന്നത് പോലെ ചുമ്മുവിൻ്റെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിലേക്ക് അസ്ത്രം പോലെ ചെന്ന് പതിച്ചു. ബാക്കി അവൾ പറഞ്ഞില്ല. പങ്കുവിൻ്റെ കൈയും പിടിച്ച് മുറിയിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. ചുമ്മുവാണ് പറഞ്ഞ പോലെ ചെയ്യുന്നവൾ. കാറ്റടിച്ച കല്ലിന് എന്തെങ്കിലും സ്ഥാനമാറ്റം വരുമായിരിക്കും. പക്ഷെ ചുമ്മുവിൻ്റെ കാര്യത്തിൽ അവർ പോയ വഴിയെ നോക്കി ഹാളിലുള്ളവർ ചിന്തിച്ചത് അതുമാത്രമായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.